ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എല്ലാ അമ്മമാർക്കും അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ചില ആൾക്കാരത് പ്രിസീവ് ചെയ്യുന്നത് ഡിഫറെൻ്റ്ലി ആണ്. അവർ ചിലപ്പോൾ അവരുടെ പഴയ ലൈഫ് മിസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അവരുടെ കരിയർ മിസ് ചെയ്യുന്നുണ്ടാവും. അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നത്, ഹസ്ബൻഡിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത്, എന്തിനൊന്ന് വാഷ്റൂമിൽ പോകാനോ കുളിക്കാനോ പോലും ചില ആൾക്കാർക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവർ ചിലപ്പോൾ അതിനെ പ്രിസീവ് ചെയ്യുന്നത് ഒരു വളരെ മോശം എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ഈവൻ ഫിസിക്കൽ പെയിൻ വരെ ഉണ്ടാവും. പക്ഷെ അതൊന്നും അവർക്ക് പറയാൻ പറ്റൂല. കാരണം അവർക്ക് പേടിയുണ്ടാവും. പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു മോശം സ്ത്രീ, ഒരു മോശം അമ്മ, ഒരു മോശം ഭാര്യ, ഒരു മോശം മരുമോൾ എന്ന ടാഗിലോട്ടൊക്കെ പെടുമെന്ന് കരുതി ഇതെല്ലാം സപ്രസ് ചെയ്ത് താൻ അനുഭവിക്കുന്നതൊന്നും പുറത്തു പറയാതെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു അമ്മയാണ് താൻ എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരവസ്ഥ ചില സ്ത്രീകൾക്കെങ്കിലും വരാറുണ്ട്. ഇത് അവരുടെ ഉള്ളിൽ ഒരുപാട് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. ഇതിലൂടെ പ്രഗ്നൻസി വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആകാനും ഞാൻ ഇനി മേലാൽ പ്രഗ്നൻ്റ് ആകില്ല എന്ന തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇതൊരു കാരണമായിട്ട് മാറാറുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രഗ്നൻസി എല്ലാവർക്കും ഒരു പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ പഴയ ഫ്രീഡമും ലൈഫും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. യു ആർ നോട്ട് അലോൺ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊന്നും സപ്രസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എക്സാക്ട്ലി തോന്നുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഷെയിം കൂടാതെ തുറന്നു പറയുക. നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് നിങ്ങൾ കൃത്യമായിട്ട് സമയത്ത് തന്നെ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആകുന്നതിന് പകരം ഈ മദർഹുഡ് എന്ന് പറയുന്ന ഒരു വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അനുഭവിക്കാൻ നിങ്ങൾക്കും സാധിക്കും.